الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداه إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില നികരങ്ങളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാൻ അത് കടന്നു വരാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് ശഅബാനിലാണ്. ശഅബാൻ മാസം വളരെ പ്രാധാന്യമുള്ള, വിശ്വാസികൾ ഏറെ ഗൗനിക്കേണ്ടുന്ന ഒരു മാസമാണ്. അതോടൊപ്പം തന്നെ ഈ ശഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം അബദ്ധ വിശ്വാസവും ധാരണകളും അതിനനുസൃതമായുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്നും വിശ്വാസികളെന്ന നിലയ്ക്ക് നമ്മൾ എന്താണ് അനുവർത്തിക്കേണ്ടത് എന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഈ മാസത്തിൽ എന്താണ് ചെയ്തതെന്നും പഠിച്ചിരിക്കൽ, മനസ്സിലാക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ളവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ മാസത്തിൽ അവിടുന്ന് ധാരാളം ദിവസങ്ങളിലും നോമ്പായിരുന്നു എന്ന് കാണാം. ചില ഹദീസുകളിൽ കുറച്ചു കാലം ഷഅബാനിലെ ഭൂരിഭാഗം സമയവും പ്രവാചകന്റെ നോമ്പായിരുന്നു എന്നും ചില വർഷങ്ങളിൽ വിശദാംശം കുറച്ചു കാലം നോമ്പെടുത്തിട്ടുണ്ടെന്നും അങ്ങനെ പല റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അവിടുത്തെ പ്രിയപത്നിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ മഹദിയവர்கள் പറയുന്നത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂല ലാ യുഫ്തിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു. അവിടെ നിന്ന് നോമ്പ് മുറിക്കുന്ന നോമ്പ് ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറയുമാറ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു നോമ്പെടുത്തിട്ടുണ്ട്. വയുഫ്തിറു ഹത്താ നഖൂല ലാ യസൂം. ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാതിരിക്കുന്നുണ്ട്. അഥവാ നോമ്പില്ലാത്ത അവസ്ഥ ഉണ്ടാകും. ഞങ്ങൾ പറയുന്ന നിലക്ക് നബിതങ്ങൾ നോമ്പെടുത്തിട്ടില്ല, ഈ മാസം നോമ്പെടുത്തിട്ടില്ല എന്ന് പറയുന്നത് മതി. എന്നാൽ ആയിഷ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം പൂർണ്ണമായും നോമ്പെടുത്തിരുന്നത് റമദാനിൽ മാത്രമാണ്. പിന്നെ നോക്കിയാൽ കൂടുതൽ നോമ്പെടുത്തിട്ടുള്ളത് ശഅബാനിലുമാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ പ്രവർത്തനത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അവർ ചില സമയങ്ങളിൽ ചില വർഷങ്ങളിലൂടെ നോമ്പെടുക്കും, ചില വർഷങ്ങളോട് നോമ്പെടുക്കില്ല. എന്നാൽ ഒരു മാസം പൂർണ്ണമായും നോമ്പെടുക്കുന്നത് റമദാനിൽ മാത്രമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. അഹ്മദ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ് ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ചു, ലം അറക തസൂമു ശഹറൻ മിൻ ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. നബിയെ, നിങ്ങൾ ശഅബാനിൽ എടുക്കുന്ന അത്ര നോമ്പ് വേറെ മാസങ്ങളിലൊന്നും എടുക്കലില്ലല്ലോ. റമദാൻ അല്ലാത്ത മറ്റു മാസങ്ങളിൽ ശഅബാനിലാണല്ലോ നിങ്ങൾ കൂടുതൽ നോമ്പെടുക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? എന്റെ നബി സല്ലല്ലാഹു അലൈഹി ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, ذلك شهر يغفل الناس عنه بين رجب ورمضان. ശഅബാൻ എന്ന് പറഞ്ഞാൽ റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ്. ജനങ്ങൾ ശ്രദ്ധിക്കാതെ വീഴുന്ന ഒരു മാസമാണ്. وهو شهر ترفع فيه الأعمال إلى رب العالمين. ആ മാസത്തിലാണ്, അഥവാ ശഅബാനിലാണ് അടിമകളുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുക. فأحب أن يرفع عملي وأنا صائم. എന്റെ അമൽ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്നത് കാണാം. അപ്പോൾ ആളുകളുടെ കർമ്മങ്ങൾ, അടിമകളുടെ കർമ്മങ്ങൾ ആഴ്ചയിൽ ഉയർത്തപ്പെടും, മാസത്തിൽ ഉയർത്തപ്പെടും, വർഷത്തിൽ ഉയർത്തപ്പെടും. അവർ രക്ഷിതാക്കൾ പറയാണ്, ശഅബാനിൽ അടിമകളുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് ആ മാസത്തിൽ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നമ്മൾ നോക്കിയാൽ പ്രവാചകൻ ഇതല്ലാത്ത രൂപത്തിലുള്ള ഒരു ഹദീസുകളും സ്വഹീഹായി പറഞ്ഞത് കാണുന്നില്ല. ശഅബാനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ധാരാളം പുതുതായി കടന്നു വന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്. കാലങ്ങളേറെയായി
ഹിജറ 5-ാം നൂറ്റാണ്ട് മുതൽ ശഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അബദ്ധവിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും സമൂഹത്തിൽ തുടങ്ങിയതായി നമുക്ക് കാണാൻ കഴിയും. ശഅബാൻ 15-മായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലാത്ത ചർച്ചകൾ നമ്മുടെ നാട്ടിലുണ്ട്. ശഅബാൻ 15-ലാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണമുണ്ടായതെന്ന് വരെ പറയുന്ന അബദ്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ശഅബാൻ 15-ന്റെ അന്ന് വൈകുന്നേരം 3 യാസീൻ ഓതിയാൽ ആ 3 യാസീൻ ഓതുന്ന ആളുകൾക്ക് അവരുടെ റിസ്ഖ് വിശാലത കിട്ടും. അങ്ങനെ തുടങ്ങുന്ന കുറെ വാദങ്ങൾ ഉന്നയിക്കുന്നത് കാണാം. ശഅബാനിന്റെ രാത്രിയിൽ നിസ്കരിച്ചാൽ അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് പറയപ്പെടുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇങ്ങനെ ധാരാളം അബദ്ധവിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് 6-ാം അധ്യായം സൂറത്തുൽ അൻആം അതിന്റെ 153-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസിയത്ത് നൽകുന്നുണ്ട് നമുക്ക്. അതെന്താണെന്ന് പറയാം. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون وأن هذا صراطي مستقيما ഇതാണ് എന്റെ പാത, മുസ്തഖീമായ ചൊവ്വായ നിലയിലുള്ള യാതൊരു വക്രതയുമില്ലാത്ത യാതൊരു വളവുമില്ലാത്ത നേരായ മാർഗം ഇതാണ്. ആ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണേ. മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റി പോകരുത്. അങ്ങനെ ഈ മാർഗമല്ലാത്തത് പിന്തുടർന്നാൽ ഈ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വിഭിന്നങ്ങളായ ചേരികളിലേക്ക് അത് കൊണ്ടുപോകുന്നതാണ്. അതൊക്കെ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി നിങ്ങളോട് അവൻ ചെയ്യുന്ന വസീയത്താണ്. ഇത് അല്ലാഹുവിന്റെ വസീയത്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. ഇതാണ് നേരായ മാർഗം. അഥവാ അല്ലാഹുവും റസൂലും പഠിപ്പിച്ച നേരായ മാർഗം ഇതാണ്. ഇതിനപ്പുറത്തേക്ക് പോകരുത്. ഇതിനപ്പുറത്തേക്ക് പോയാൽ അൽബിദ്അ വശുബഹാത്ത് തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അസ്സുബുൽ എന്ന് പറഞ്ഞാൽ അൽബിദ്അ വശുബഹാത്ത്, മതത്തിലേക്ക് ഈ ആശയധാരയിലേക്ക് കൊണ്ടുവന്ന പുത്തനാചാരങ്ങളും ആളുകളെ സംശയത്തിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് എന്ന് ഈ ആയത്ത് വിശദീകരിക്കുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാം. അവർ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ ആശയധാര, ഈ കർമ്മമേഖല അത് നിങ്ങൾ പിൻപറ്റണമെന്നാണ്. അപ്പുറത്തേക്ക് പോകരുത്. അപ്പൊ ചില ആളുകൾക്കൊരു സംശയം. എന്താണ് ആ സംശയം? ഇതൊക്കെ പറയുന്നത് വലിയ വലിയ പണ്ഡിതന്മാരല്ലേ? ഇതൊക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതല്ലേ? കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. വലിയ വലിയ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ശഅബാൻ 15-ന്റെ പ്രത്യേകത, സലത്തുൽ റബായിന്റെ പ്രത്യേകത, ശഅബാനിന്റെ 15-ന്റെ അന്നത്തെ പ്രത്യേക നോമ്പിന്റെ പ്രത്യേകത ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത്തരം ആളുകൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന ആശയമുണ്ട്. അതല്ല, പരിശുദ്ധ ഖുർആന്റെ 74-ാം അധ്യായം സൂറത്തുൽ നൂറിന്റെ 63-ാമത്തെ വചനം. സൂറത്തുൽ നൂറിന്റെ 63-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് فَلْيَحْذَرِ الَّذِينَ يُخَالِفُونَ عَنْ أَمْرِهِ أَن تُصِيبَهُمْ فِتْنَةٌ أَوْ يُصِيبَهُمْ عَذَابٌ أَلِيمٌ. فَلْيَحْذَرِ الَّذِينَ يُخَالِفُونَ عَنْ أَمْرِهِ, അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്രിനോട് എതിരാകുന്നവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്കൊരു ഫിത്ന ബാധിക്കുമെന്ന്. ഔ യുസീബ
വിശുദ്ധ ഖുർആനായിട്ട് ഈ ആയത്തിന് വിശദീകരണം ഉപസങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയ ഒരൊറ്റ വാചകനാണ് ഈ സന്ദർഭത്തിൽ വായിക്കാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്രിനോട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സുന്നത്തിനോട്, അവിടുത്തെ മൻഹജിനോട്, അവിടുത്തെ ശരീഅത്തിനോട്, അവിടുത്തെ ത്വരീഖത്തിനോട് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന അവിടുന്ന് ജീവിച്ച് ഇബാദത്തെടുത്ത് അവിടുന്ന് സംസാരിച്ച് ജനങ്ങളോട് ഇടപഴകി അങ്ങനെ 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നൊരു മാർഗമുണ്ട്. ആ മാർഗത്തിനെതിരാവരുത്. അപ്പൊ ഈ വിശ്വാസികൾ എന്ത് ചെയ്യണം? ഇമാം ഖുർത്തുബി തുടർന്ന് പറയാണ്, ഫതൂസനു അൽ-അഖ്വാലു വൽ-അഅ്മാലു ബിഅഖ്വാലിഹി വഅഅ്മാലിഹി. വാക്കുകളും സംസാരങ്ങളുമെല്ലാം മതപരമായി ചർച്ച ചെയ്യപ്പെടുന്ന വാക്കുകൾ, മതപരമായി പ്രവർത്തിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ അതെല്ലാം തുലനം ചെയ്യപ്പെടണം. ബിഅഖ്വാലിഹി വഅഫ്ആലിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനോട്, അവിടുത്തെ പ്രവർത്തനത്തോട് അങ്ങനെ തുലനം ചെയ്ത് നോക്കണം. അങ്ങനെ നോക്കുമ്പോ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണോ, അതിനോട് യോജിച്ചതാണോ സ്വീകരിക്കപ്പെടും. അതിനോടെതിരായതാണെങ്കിൽ, നീ ചെയ്യുന്ന കർമ്മം അല്ലാഹുവിന്റെ റസൂലിന്റെ കർമ്മത്തിനെതിരാണെങ്കിൽ, അവിടുന്ന് ചെയ്യാത്തതാണെങ്കിൽ, നീ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ പറയാത്തതാണെങ്കിൽ, നിന്റെ വിശ്വാസം അല്ലാഹുവിന്റെ റസൂൽ വിശ്വസിച്ച വിശ്വാസത്തിനെതിരാണെങ്കിൽ, അപ്പറഞ്ഞതാരാണെങ്കിലും ശരി, ഫഹുവ മർദൂദുൻ അലാ ഖാഇലിഹി വഫാഇലിഹി കായിന മകാൻ. അതാര് പറഞ്ഞാലും ആര് പ്രവർത്തിച്ചാലും എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് നമ്മൾ അർത്ഥപ്പെട്ട് സ്വീകരിക്കൽ മുസ്ലിങ്ങൾക്ക് ബാധ്യതയില്ല. അതിനാര് പറഞ്ഞാലും ശരി, എത്ര വലിയ ശിഹാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞാലും, അല്ലാഹുവിന്റെ റസൂലിന്റെ കോലിനോടും പേരിനോടും എതിരാണോ തള്ളപ്പെടും. സംശയം വേണ്ട. അത് ഇസ്ലാമിന്റെ അസ്ലാണ്. അതാണ് ഇസ്ലാമിന്റെ അടിത്തറ. ഇല്ലെങ്കിൽ എന്താ, ആർക്ക് തോന്നിയതുപോലെ എന്ത് ചെയ്യാലോ, ആർക്ക് തോന്നിയതുപോലെ എന്ത് പ്രവർത്തിക്കാം, എന്ത് പറയാം, പറ്റില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ റസൂലുള്ളാഹിന്റെ പേര് കാണണം, അങ്ങനെ പറയണമെങ്കിൽ റസൂലുള്ളാഹിന്റെ കൗല് കാണണം, അവിടുത്തെ തഖ്രീർ കാണണം. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് ശഅബാൻ 15 ബന്ധപ്പെട്ട വിഷയത്തെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ 15 അന്ന് പ്രത്യേകമായി നോമ്പെടുത്തിരുന്നു. ഇന്നാ നോമ്പിന്റെ പേരെന്താ? എന്താ പറയാ? ബറാത്ത് നോമ്പ്. ബറാത്ത് നോമ്പ്. ഞാൻ സാധാരണ പറയുന്നത് വരാത്ത നോമ്പ്. വരാത്ത നോമ്പ് പറഞ്ഞാൽ ഒരു പ്രതിഫലവും വരാത്ത നോമ്പ് എന്ന് പറയാം. ഇനി അഥവാ വല്ലതും വരാനുണ്ടെങ്കിൽ ശിക്ഷ തന്നെ ഉണ്ടാവുള്ളൂ. എന്നാൽ ശഅബാൻ 15 നോമ്പുണ്ടോ? ഉണ്ട്. അത് നോക്കുണ്ട്. അത് അയ്യാമുൽ ബീദ് എന്ന് പറയപ്പെടുന്ന എല്ലാ മാസവും 13, 14, 15 എന്ന ഗണത്തിൽ ശഅബാൻ 15 അന്നും നോക്കുണ്ട്. അതാദ്യം 13, 14 എടുത്തവര് 15 മാത്രമായി പ്രശ്നിച്ചില്ല. അങ്ങനെ ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചിരുന്നോ? ഒരൊറ്റ സഹീഹായ ഹദീസിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതായി നമുക്ക് കാണാനേ സാധ്യമല്ല. ഇനി ശഅബാൻ 15 അന്ന് വൈകുന്നേരം 3 യാസീനോദനം പ്രത്യേകമായ പ്രതിഫലം ലഭിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ കഴിയാൻ എന്ന് പറയപ്പെട്ട ആയുസ് ഉയർത്തിക്കാൻ അങ്ങനെ തുടങ്ങുന്ന ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നോ? അവിടുന്ന് ചെയ്തിരുന്നോ? മൂന്നാമത്തത്, അന്ന് രാത്രി ഒരു പ്രത്യേക നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നോ? ചില ആളുകൾക്ക് ഈ ചോദ്യം തന്നെ പ്രയാസമാണ്. എന്തിനാ നബി ചെയ്തോ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ പ്രവർത്തിച്ചു പ്രവാചകൻ അത് ചെയ്തു ചോദിക്കുന്നില്ല. പിന്നെന്താ?
ഇത് ഹൈറായ കാര്യമാണോ എന്നെ പറയണമെന്നില്ല, നമുക്ക് ചെയ്താൽ പോലെ എന്നാണ്. അത് നമ്മുടെ വീട്ടിലെ കാര്യമല്ല, മതത്തിന്റെ കാര്യം, ദീനിന്റെ കാര്യം. അല്ലാഹുവിന്റെ ദീനാണ്, അതിന്റെ ഓർഡർ അല്ലാഹുവാണ്, ശാരീരിക അല്ലാഹുവാണ്. ഒരടിമ എന്ത് ഇബാദത്തെടുക്കണം അല്ല പറയും, അപ്പൊ ചെയ്താൽ മതി. അത് റസൂൽ കാണിച്ചു തരും, അപ്പൊ ചെയ്താൽ മതി. അല്ലാത്തൊരു പ്രവർത്തനത്തിലേക്ക് ഒരു വിശ്വാസിക്ക് പോകാൻ പറ്റില്ല. അത്രയും കണിശവും കൃത്യവുമാണ് ഈ മതത്തിന്റെ പ്രത്യേകത. എന്നിങ്ങനെ നോക്ക്, അന്നാണ് ലൈലത്തുൽ ഖദ്ർ അഥവാ ലൈലത്തുൽ ബറാഅ എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ഇറങ്ങിയ ദിവസമാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം. ഞാൻ ഇന്ന് ഈ മൂന്നെണ്ണം മാത്രം പെട്ടെന്ന് പറയാം. ഈ വിഷയം ലോകത്ത് കടന്നു വരുന്നത് എപ്പോഴാണ് ഈ ശഅബാൻ 15 രാത്രിയിൽ ഒരു പ്രത്യേക ചികിത്സയും നിസ്കാരവും ഒക്കെ കടന്നു വന്നത് എന്നാണ്. അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ആളുകൾ, വിശകലനം ചെയ്ത ആളുകൾ പറഞ്ഞു. അവർ പറഞ്ഞത് വളരെ പ്രാധാന്യത്തോടുകൂടി അബൂ മുഹമ്മദ് അൽ അഖ്ദസി അദ്ദേഹത്തിന്റെ അത് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. എന്ന് മാത്രം പറഞ്ഞോ അതേ പറയാം. ഈ റജബ് മാസത്തിൽ നിസ്കരിക്കുന്നതും ശഅബാൻ 15 നിസ്കരിക്കുന്നവർ നിസ്കാരം ബൈത്തുൽ മുഖദ്ദസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, ഇല്ലായിരുന്നു. فأول ما حدثت عندنا يعني صلاة شعبان في سنة 48 و400. ഇത് ബൈത്തുൽ മുഖദ്ദസിലാണ് ആരംഭിച്ചത്. അത് ആരംഭിച്ചത് എന്നാണ്? ഹിജ്റ 448. എങ്ങനെയാണ് ഇതുണ്ടായത്? ഒരു ശഅബാൻ 15 രാത്രിയിൽ ഖദിമ അലൈനാ ഫി ബൈത്തുൽ മുഖദ്ദസ് റജുലുൻ മിൻ നാബൽസ് നിന്ന് ഒരാള് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നു. യുറഫ് ബിൻ അബീ ഹംറ, അബുൽ ഹംറ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് വന്നത്. അയാളുടെ പ്രത്യേകത വകാന ഹസന തിലാവ, നല്ല സുന്ദരമായി ഖുർആൻ ഓതാൻ കഴിയുന്ന ആളാണ്, നല്ല ഭംഗിയുള്ള ഖിറാഅത്താണ്. അങ്ങനെ ശഅബാനിന്റെ 15 രാത്രിയായ ബൈത്തുൽ മുഖദ്ദസിൽ വന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി അയാൾ ഖുർആൻ പാരായണം തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ കാണാം അയാളെ പിന്നിൽ വന്ന് വേറൊരാൾ തുടർന്നു. പിന്നെ രണ്ടാമത്, മൂന്നാമത്, നാലാമത് കടന്നു വന്നു. ആ നമസ്കാരം അവസാനിക്കുമ്പോൾ ഒരു വമ്പിച്ച ജനാവലി, ഒരു വലിയ ജമാഅത്ത് ആ ബൈത്തുൽ മുഖദ്ദസിൽ നടന്നു. പിന്നെ അടുത്ത വർഷം അയാൾ വീണ്ടും വന്നു. അന്നയാളുടെ പിന്നിൽ വമ്പൻ ജനങ്ങളായിട്ടുണ്ടായിരുന്നത്. പിന്നെ ബൈത്തുൽ മുഖദ്ദസിൽ മാത്രമല്ല, പിന്നെ അവരുടെ വീടുകളിൽ, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലെല്ലാം ഈ നിസ്കാരം ആരംഭിച്ചു. പിന്നെ അത് സമൂഹത്തിൽ ഉറച്ചു, അതൊരു സുന്നത്ത് പോലെയായിത്തീർന്നു. എല്ലാം തുടങ്ങാൻ അങ്ങനെയാണ്, ചെറുങ്ങനെയൊക്കെ തുടങ്ങാം. പിന്നെ കാണാം അത് ഒമ്പതായി മാറി. പിന്നെ ആളുകൾ വിചാരിക്കും ഇതെന്നെയാണ് ശരി. അപ്പൊ ഹിജ്റ 448 ഇത്തരമൊരു സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് ആ വിഷയത്തെ അപഗ്രഥിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയെടുക്കണം. ഈ പണ്ഡിതന്മാർക്ക് പറഞ്ഞ വാക്കുകൂടി ഞാൻ പെട്ടെന്ന് പറയാം. ഇബ്നു വദ്ദാഹ് എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കിതാബ് തന്നെ അൽ-ബിദ്അ പറഞ്ഞ കിതാബ്. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ വേറൊരു വൃത്തമുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഉസ്താദുമാരോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോ ആരും തന്നെ ഈ ശഅബാൻ 15 അന്നൊരു പ്രത്യേക അഹലുമായി തിരികെ നമ്മൾ കണ്ടിട്ടില്ല. പല മുദ്രിക അഹലം നിന്നും എതിർക്കുന്ന ഹദീസ് മഖ്ബൂൽ പല യാളാ ഫضلنا ما سواه
ചില പണ്ഡിതന്മാർ പറയുന്നത് പോലെ ഇതിന് പ്രത്യേക പന്ത്രണ്ട് ശക്തതയുണ്ട് എന്ന് പറയപ്പെടുന്ന ഒന്നും തന്നെ അവരാരും പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടുമില്ല, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുമില്ല എന്ന് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ചു, ശഅബാൻ 15 ഒരു പ്രത്യേക നോമ്പ് ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടേയില്ല. നിങ്ങളുടെ നാട്ടിലെ വലിയൊരു കാവില് സിയാദ് നബീനി എന്ന് പറയപ്പെടുന്ന ഒരു ഖാൻ, അയാൾ പറയും അജു ലൈലത്തുൽ നിസ്ഫി ശഅബാന്റെ അതിന് ലൈലത്തുൽ ഖദർ. ശഅബാൻ 15 രാത്രിയിൽ കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലെ പ്രതിഫലം പോലെയാണ്. അപ്പോ ഇവര് നബി ഖുറൈശായി അറിയപ്പെടുന്ന ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതൻ, താബിഈനിൽ പ്രധാനമാണ്. അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ലൗ സമിഅ്തുഹു വബിയദിഹി അസാ ലദറബ്തുഹു. നിന്റെ അടുത്തെങ്ങാനും വന്നാൽ എന്നായത് പറഞ്ഞാൽ എന്റെ കയ്യിൽ വടിയുടെ ഞാൻ അടിച്ചു ഓടിക്കുവനെ. കാരണം അല്ലാഹുവിന്റെ ദീനിൽ സ്വന്തം ഇഷ്ടപ്രകാരം ആശയം പറയുന്ന ആളുകൾ അത്രയും കടുത്ത ശക്തിയോടെ പണ്ഡിതന്മാരത് രേഖപ്പെടുത്തി വെച്ചത് കാണാം. അപ്പൊ ശഅബാൻ 15 അന്ന് പ്രത്യേകമായ ഒരു നമസ്കാരമോ ഒരു നോമ്പോ സ്വഹീഹായ ഹദീസിലില്ല. പിന്നെ ഉണ്ട് ഹദീസുകൾ ധാരാളം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നുകിൽ ദുർബലമാണ്, ഞാൻ നേരത്തെ അതിനെ കുറിച്ച് പറഞ്ഞതുപോലെ നിർമ്മിതമായ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ സങ്കടമാണ്. വലിയ തലപ്പാവ് ധരിച്ച വലിയ വലിയ ഉസ്താദന്മാർ നിർമ്മിക്കപ്പെടുന്നവർ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുന്നത് ഈ കള്ള ഹദീസുകൾ, നിർമ്മിത ഹദീസുകൾ ഉദ്ധരിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന വർത്തമാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികമായി നിങ്ങളെ നമുക്ക് പറഞ്ഞു നോക്കാം, ചോദിച്ചു നോക്കുക, എവിടെയെങ്കിലും ഒരു സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് റസൂലുള്ളാഹിന്റെ ഫിഅലോ അവിടുത്തെ ഖൗലോ അവിടുത്തെ തഖ്രീറോ അവിടുത്തെ സ്വഹാബത്തിന്റെ ഇജ്മാഅോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഉദ്ധരിക്കുക സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറയാനുള്ള ഗൗരവമുള്ളൊരു വിഷയം, നമ്മളൊരു അമൽ ചെയ്യുന്ന റബ്ബിന്റെ അടുത്ത് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തിനാണ്, അല്ലാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തിനാണ്. അമൽ ചെയ്ത് ശിക്ഷ വാങ്ങുന്ന അവസ്ഥ ഉണ്ടാവരുത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله. പ്രിയപ്പെട്ട സുവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണം എന്നൊരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഒരു വാചകം കൂടി അതിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ദുർബലമായ ഹദീസാണെങ്കിലും അമൽ ചെയ്യുന്നതിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ചില പണ്ഡിതന്മാരുടെ ദുർബലമായ ഹദീസാണെങ്കിലും തർഗീബിന് ഉപയോഗിക്കാം എന്ന് ചില ആളുകൾ കണ്ടെത്തിയത് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി നോക്കേണ്ടത്, ഒരു ദുർബല ഹദീസ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റാത്തതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം അതിലെന്തോ കൈക്രിയ നടന്നതുകൊണ്ടാണ് അങ്ങനെ ആയത്. അപ്പൊ കൈക്രിയ നടന്നൊരു സാധനമാണെങ്കിൽ ആ സാധനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലാത്തതാണെന്ന് ബോധ്യാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നബിതങ്ങളുടെ പേരിൽ കള്ള ആരോപണം നടത്തി അല്ലെങ്കിൽ പ്രവാചകൻ പറയാനുള്ളത് പറഞ്ഞതിൽ വേറെ കൂടി വിറ്റിയൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെയാണ് ഇത് ദുർബലമെന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കണം, അങ്ങനെ ഒരു സാധനമാണെങ്കിൽ ഇവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവാണല്ലോ പറഞ്ഞത്, ഇവൻ പറയാൻ പോകുന്നതും ചെയ്യാൻ പോകുന്നതും കളവായിട്ടാണല്ലോ. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇവരുടെ അൻപത് ചെയ്യുമ്പോൾ ആളുകൾ പറഞ്ഞത് ഉള്ളവഴി ഇല്ലാത്തപ്പോൾ ഉപയോഗിച്ച ദുർബലമായ ഹദീസ് വെച്ച് ഒരു ചെറുതും പറയാൻ പറ്റില്ല. ഇങ്ങനൊരു സാധനം നിങ്ങൾ ചെയ്യണേ പാടില്ല പറയാൻ അതൊരു സ്വഹീഹായ ഹദീസ് വേണം. അത് പ്രവാചകനിലേക്ക് കൃത്യമായി എത്തുന്ന പരമ്പര ഉണ്ടാവണം. അതിന്റെ മത്തില് ആ പറയപ്പെടുന്ന വാക്ക്, അതിൽ പറയപ്പെടുന്ന ആ വേർഡ് വിഷയം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആശയത്തിന്റെ വിരുദ്ധമാവരുത്. ഇസ്ലാമിൽ അറിയപ്പെട്ട മറുവായി
അറിയപ്പെട്ട വിഷയത്തിന് വിരുദ്ധമാവരുത് എന്ന് കാഴ്ചകൾ കൃത്യമായി പണ്ഡിതന്മാർ ശരീരത്തിന്റെ പ്രത്യേകത പറഞ്ഞപ്പോ സ്വീകരിക്കപ്പെടുന്ന പ്രവാചക വചനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന അമലുകൾ ഇങ്ങനെയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ശഅബാനിലെ 13, 14, 15 നോമ്പെടുത്തോളൂ. വേണമെങ്കിൽ ശഅബാനിലെ കൂടുതൽ ദിവസങ്ങൾ നോമ്പെടുത്തോളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ജനങ്ങൾ അശ്രദ്ധയിലായി പോകും. അശ്രദ്ധയാവരുത്. തൊട്ടടുത്ത റമദാൻ വരാൻ പോകുന്നുണ്ട്. അതിലേക്കുള്ളൊരു മുന്നൊരുക്കമായിക്കോട്ടെ ശഅബാൻ. അങ്ങനെ മനസ്സും ശരീരവും ഉണർന്ന് ഒരുങ്ങി അങ്ങോട്ടെത്താൻ ഒരിക്കലും വിരാജിലൂടെയും ഖുറാഫത്തിലൂടെയും വലിയ ശിർക്കൻ പ്രവർത്തനങ്ങളിലൂടെയും അങ്ങോട്ട് എത്താൻ ശ്രമിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രവർത്തനങ്ങളെല്ലാം നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കി ഉൾപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് ഉണർത്തുകയാണ്. നമ്മുടെ കോളേജിന്റെ പിരിവുമായി ചില കുട്ടികൾ എത്തിയിട്ടുണ്ട്. കഴിവുള്ളവർ അതിനോട് സഹകരിക്കണമെന്ന് കൂടി ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മോഹത്തിമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.